സ്ട്രേഞ്ചർ തിങ്സിന്റെ സെക്കൻഡ് സീസൺ ഫസ്റ്റ് സീസണിലെ സംഭവങ്ങൾക്ക് ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് ആരംഭിക്കുന്നത്. 11മായി എങ്ങനെയെങ്കിലും വീണ്ടും ഒന്നിക്കാം എന്ന പ്രതീക്ഷ മൈക്ക് ഇപ്പോഴും ഉപേക്ഷിച്ചിട്ടില്ല. പക്ഷെ മറുഭാഗത്ത് വിൽ ബയേഴ്സ് ഇപ്പോൾ കൂടുതൽ അപ്സൈഡ് ഡൗൺ വിഷൻസ് കാണാൻ തുടങ്ങുന്നു. ഡസ്റ്റിനും ലൂക്കസും ആകട്ടെ നാട്ടിലേക്ക് പുതിയതായി എത്തിയ മാക്സ് എന്നൊരു പെൺകുട്ടിയോട് ഒരുപോലെ താല്പര്യം കാണിക്കുന്നു. മറ്റ് റിലേഷൻഷിപ്പ് ഡെവലപ്മെന്റ്സ് നോക്കിയാൽ നാൻസിയും സ്റ്റീവും ഇപ്പോൾ ബ്രേക്കപ്പ് ആയിരിക്കുകയാണ്. വില്ലിന്റെ അമ്മ ജോയ്സ് ആവട്ടെ ബോബ് എന്ന വളരെ ലവിംഗ് ആയ ഒരു ജെന്റിൽമാനുമായി റിലേഷൻഷിപ്പിലാണ്. പിന്നീട് നമ്മൾ കാണുന്നത് 11 സത്യത്തിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നും സുഖമായി ജീവിക്കുന്നു എന്നുമാണ്. അവൾ ഇത്രയും കാലം ഹോപ്പറിനൊപ്പം ഒരു സീക്രട്ട് ക്യാബിനിൽ രഹസ്യമായി താമസിച്ചു വരികയായിരുന്നു. അവളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് തങ്ങൾ അവിടെ രഹസ്യമായി താമസിക്കുന്നതെന്ന് ഹോപ്പർ 11നോട് ആവർത്തിച്ച് പറയുന്നെങ്കിലും അവർ രണ്ടുപേരും മാത്രമായുള്ള ഈ ജീവിതത്തിന്റെ ലോൺലിനെസ് കാരണം 11 തന്റെ പുതിയ ഫാദർ ഫിഗറിനോട് പിണക്കവും ദേഷ്യവും ഒക്കെ കാണിക്കുന്നുണ്ട്. ഇതൊടുവിൽ ഹോപ്പർ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയമങ്ങൾ ലംഘിച്ച് അവൾ മൈക്കിനെ അന്വേഷിച്ച് ടൗണിലേക്ക് എത്തുന്നതിലേക്ക് നയിക്കുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി മൈക്കും മാക്സും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ കാണുന്ന 11 അവർ തമ്മിൽ റിലേഷൻഷിപ്പിലാണെന്ന് തെറ്റിദ്ധരിക്കുകയും ഇനി തന്റെ പ്രണയവുമായി അവനെ സമീപിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. പകരം 11 തന്റെ അമ്മയെ, അതായത് ജനിച്ച ഉടൻ തന്റെ അടുത്തു നിന്ന് മാറ്റപ്പെട്ട തന്റെ ബയോളജിക്കൽ മദറിനെ അന്വേഷിച്ചു പോകുന്നു. ഒടുവിൽ അവൾ ഹോക്കിൻസ് ലാബിലെ അനുഭവങ്ങൾ കാരണം മാനസികമായി തകർന്ന് അസ്വസ്ഥയായി കഴിയുന്ന തന്റെ അമ്മയെ കാണുന്നു. ശേഷം 11 മറ്റൊരു സെർച്ചിനായി ഇറങ്ങുന്നു. ഇത്തവണ അവൾ കണ്ടെത്തുന്നത് ഡോക്ടർ ബ്രെന്നർ എക്സ്പെരിമെന്റ്സിനായി തിരഞ്ഞെടുത്തിരുന്ന കാലി എന്ന മറ്റൊരു പെൺകുട്ടിയെയാണ്. കാലി 11നെ തന്റെ സംരക്ഷണത്തിൽ എടുക്കുകയും അവളുടെ ആങ്കർ ഉപയോഗിച്ച് അവളുടെ പവേഴ്സ് ശക്തിപ്പെടുത്താൻ ട്രെയിനിങ് കൊടുക്കുകയും ചെയ്യുന്നു. പിന്നീട് സീരീസ് പുരോഗമിക്കുമ്പോൾ വിൽ അനുഭവിക്കുന്ന യഥാർത്ഥ പ്രശ്നം മൈൻഡ് ഫ്ലെയർ എന്നൊരു ദുഷ്ടനായ ഷാഡോ മോൺസ്റ്റർ അവനെ ഇൻഫെക്ട് ചെയ്തിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. വിൽ വളരെ റാൻഡം ആൻഡ് പോയിന്റ്ലെസ് ആയിട്ടുള്ള, കണ്ടാൽ ആർക്കും ഒന്നും മനസ്സിലാകാത്ത ചിത്രങ്ങൾ വരച്ചു കൂട്ടുന്നു. പക്ഷെ അവ യഥാർത്ഥത്തിൽ ഹോക്കിൻസ് ടൗണിന്റെ കീഴിൽ സ്ഥിതി ചെയ്യുന്ന അപ്സൈഡ് ഡൗൺ ടണൽ നെറ്റ്വർക്കിന്റെ മാപ്പ് ആണെന്ന് നമ്മൾ കാണുന്നു. ഹോക്കിൻസ് ലാബ് ഇപ്പോൾ തങ്ങളുടെ മുൻകാല തെറ്റുകൾ തിരുത്താനായി സ്വയം റീബ്രാൻഡ് ചെയ്യുകയും ഡോക്ടർ ഓവൻസ് എന്നൊരു പുതിയ ഡയറക്ടറിന്റെ കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അവർ ഈ അപ്സൈഡ് ഡൗൺ ടണൽസ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഈ അറ്റംപ്റ്റ്സ് വില്ലിന് ഭയങ്കരമായ പെയിൻഫുൾ എക്സ്പീരിയൻസസും മെന്റൽ ബ്രേക്ക് ഡൗൺസും ഉണ്ടാക്കുന്നു. ഇതറിഞ്ഞ് അവർ വില്ലിനെ ലാബിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് അവനെ ഒബ്സർവ് ചെയ്യുന്നതിലൂടെ അപ്സൈഡ് ഡൗൺ ടണൽസ് തകർത്താൽ മൈൻഡ് ഫ്ലെയർ ഇൻഫെക്ട് ചെയ്തിരിക്കുന്ന വില്ലിന്റെ ജീവന് തന്നെ ഭീഷണിയാകും എന്ന അനുമാനത്തിലേക്ക് ഡോക്ടർ ഓവൻസ് എത്തുന്നു. പക്ഷെ നമ്മുടെ കുട്ടി ഹീറോസിന് ഇപ്പോൾ വറീഡ് ആവേണ്ടത് മൈൻഡ് ഫ്ലെയറിനെ കുറിച്ച് മാത്രമല്ല. ഡെമോഡോഗ്സ് എന്ന് വിളിക്കാവുന്ന യങ് ഡെമോഗോർഗൻസിന്റെ ഒരു കൂട്ടം ഇപ്പോൾ ടൗണിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഡസ്റ്റിൻ അവിചാരിതമായി അവൻ കണ്ടുമുട്ടുന്ന ഒരു ഡെമോഡോഗിനെ അഡോപ്റ്റ് ചെയ്ത് അതിന് ഡാർട്ട് എന്ന് പേരിട്ട് വളർത്തുന്നു. ഇപ്പോൾ സിംഗിളും ഹാർട്ട് ബ്രോക്കണും ആയിരിക്കുന്ന സ്റ്റീവ് ഈ ഡെമോഡോഗ്സ് ഹോക്കിൻസ് ലാബ് നശിപ്പിക്കാതിരിക്കാൻ മാക്സ്, ലൂക്കസ്, ഡസ്റ്റിൻ എന്നിവരുമായി ഒന്നിക്കുന്നു. കഴിഞ്ഞ സീസണിൽ ഡെമോഗോർഗൺ അറ്റാക്കിൽ മരിച്ച ബാർബിന് വേണ്ടി പ്രതികാരം ചെയ്യാനും അപ്സൈഡ് ഡൗണിനെ പറ്റിയുള്ള സത്യങ്ങൾ പബ്ലിക്കിനെ അറിയിക്കാനും ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ജോനത്തനും നാൻസിയുമായി അവർ ടീമായി ചേർന്ന് പ്രവർത്തിക്കുന്നു. അതേസമയം ഹോക്കിൻസ് ലാബിനുള്ളിൽ ഹോപ്പർ, ജോയ്സ്, ബോബ്, മൈക്ക്, വിൽ, ഡോക്ടർ ഓവൻസ് എന്നിവരെ ഡെമോഡോഗ്സ് ആക്രമിക്കുന്നു. മോൺസ്റ്റേഴ്സ് കയ്യേറിയിരിക്കുന്ന ലാബിൽ നിന്നും മറ്റുള്ളവരെ സുരക്ഷിതമായി പുറത്തു കടക്കാൻ സഹായിക്കുന്നതിനായി ഡോക്ടർ ഓവൻസ് അവിടെ തന്നെ നിന്നുകൊണ്ട് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. ഒപ്പം തന്റെ കൂടെ ഉള്ളവരെ രക്ഷപ്പെടാൻ അനുവദിക്കുന്നതിനായി ഒരവസരത്തിൽ ബോബും സ്വന്തം ജീവൻ സാക്രിഫൈസ് ചെയ്യുന്നു. ഡെമോഡോഗ്സ് അവരെ പിന്തുടരുന്നതിനിടെ മുഴുവൻ ടീമും ബയേഴ്സിന്റെ വീട്ടിൽ ഒത്തുചേരുന്നു. അതോടൊപ്പം മൈക്ക് അപകടത്തിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ നായിക 11നും അവിടേക്ക് എത്തിച്ചേരുന്നു. അവൾ മോൺസ്റ്റേഴ്സിനെ മുഴുവൻ പരാജയപ്പെടുത്തി എല്ലാവരെയും രക്ഷിക്കുന്നു. പിന്നീട് ഒരു ചെറിയ റിയൂണിയനും സെലിബ്രേഷനും ഒക്കെ ശേഷം അടുത്തതായി മൈൻഡ് ഫ്ലെയറിനെ തോൽപ്പിക്കാൻ ഗ്രൂപ്പ് ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. വില്ലിനെയും മുഴുവൻ ഹോക്കിൻസ് ടൗണിനെയും കൂടി രക്ഷിക്കാനുള്ള ഒരു പദ്ധതിയാണിത്. ജോയ്സും നാൻസിയും ജോനത്തനും ചേർന്ന് വില്ലിനെ ഹോപ്പറിന്റെ ക്യാബിനിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് മൈൻഡ് ഫ്ലെയറിന്റെ വൈറസിനെ അവന്റെ ബോഡിയിൽ നിന്നും പുറത്തു കളയാൻ അവന്റെ ശരീരത്തെ ഓവർഹീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതേ സമയം സ്റ്റീവ് ബാക്കിയുള്ള കുട്ടികളെ വൈൻ ടണൽസിലേക്ക് നയിക്കുന്നു. ഇപ്പോൾ വില്ലിന് കുഴപ്പങ്ങളൊന്നും ഏൽക്കാതെ തന്നെ അവർക്ക് ആ ടണൽസ് നശിപ്പിക്കാൻ കഴിയും. മാത്രമല്ല ഇത് ബാക്കിയുള്ള ഡെമോഡോഗ്സിനെ കൂടെ തങ്ങളുടെ അടുത്ത് എത്തിക്കാനുള്ള അവരുടെ ഒരു ഡിസ്ട്രാക്ഷൻ ടെക്നിക്ക് കൂടിയാണ്. അപ്പോൾ ആ സമയം നോക്കി ഹോപ്പറും 11നും ഹോക്കിൻസ് ലാബിലേക്ക് മടങ്ങി പോവുകയും അപ്സൈഡ് ഡൗണിലേക്കുള്ള അവിടുത്തെ പോർട്ടൽ പെർമനന്റ് ആയി ഷട്ട് ഡൗൺ ചെയ്യാനും ശ്രമിക്കുന്നു. 11 അവളുടെ പവേഴ്സ് ഉപയോഗിച്ച് പോർട്ടൽ ഗേറ്റ് ക്ലോസ് ചെയ്യുന്നു. ഇത് പാവം ഡാർട്ട് ഉൾപ്പെടെയുള്ള എല്ലാ ഡെമോഗോർഗൻസിനെയും കൊല്ലുന്നു. സീസൺ 2 അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഡോക്ടർ ഓവൻസ് ഹോപ്പറിന് 11ന് വേണ്ടി ഒരു വ്യാജ ബർത്ത് സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഇത് അവളെ ഒരു നോർമൽ ചൈൽഡായി പബ്ലിക്കിനിടയിൽ ജീവിക്കാൻ സഹായിക്കും. നാൻസിയും ജോനത്തനും
ഒപ്പം ഒരു ഡിസ്ഗ്രേസ്ഡ് ജേർണലിസ്റ്റും കോൺസ്പിറസി തിയറിസ്റ്റുമായ മുറേ ബൗമാനും ചേർന്ന് ലാബിന്റെ എക്സ്പെരിമെന്റ്സിനെ പറ്റി ആളുകൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നതോടെ ഹോക്കിൻസ് ലാബ് പെർമനന്റ്ലി അടച്ചുപൂട്ടുന്നു. പിന്നീട് എല്ലാം നോർമലായ ശേഷമുള്ള ഒരു മിഡിൽ സ്കൂൾ ഡാൻസ് നടക്കുന്നു. അവിടെ ലൂക്കസും മാക്സും കിസ് ചെയ്യുമ്പോൾ പാവൻ ഡസ്റ്റിനെ സ്റ്റീവ് ആശ്വസിപ്പിക്കുന്നു. അതുപോലെ മൈക്കും ഇലവനും കിസ് ചെയ്യുന്നു. പക്ഷെ ഒപ്പം മൈൻഡ് ഫ്ലെയർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നും അത് അപ്സൈഡ് ഡൗണിൽ സ്കൂളിന് മുകളിൽ ടവർ ചെയ്ത് നിന്നുകൊണ്ട് നമ്മുടെ കുട്ടി ഹീറോസിനെ നിരീക്ഷിക്കുകയാണെന്ന് കാണിച്ച് നമ്മളെ ഞെട്ടിച്ചുകൊണ്ടാണ് സീസൺ 2 അവസാനിക്കുന്നത്.